വളരെ കാലമായി കേരളത്തിൻ്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ ജ്വലിച്ചു നിൽക്കുന്ന ഒരു പദമായി മാറിയിട്ടുണ്ട് ലാവ്ലിൻ എന്ന വാക്ക്. അല്ലെങ്കിൽ നമ്മൾ ഓണവും വിഷുവും റംസാനുമൊക്കെ ആഘോഷിക്കുന്ന രീതിയിൽ ബലാത്സംഗവും കൊലപാതകവും പട്ടിണിയും രോഗവുമെല്ലാം ഭംഗിയായി ആഘോഷിച്ചു തീർക്കുന്ന നമ്മുടെ ചില മാധ്യമങ്ങൾ ലാവ്ലിനും അവരുടെ ലാവ്ലിനെയും അവരുടെ ആഘോഷ പരിപാടിയിൽ ഉൾപ്പെടുത്തിയിട്ട് ഏതാനും നാളുകളായി. പക്ഷേ ഓണത്തിന് കൂട്ടുകച്ചവടം എന്നൊക്കെ പറയും പോലെ ചില പ്രത്യേക കാലഘട്ടത്തിൽ മാത്രമേ ഇത്തരം സംഭവങ്ങൾ മാധ്യമങ്ങൾ ഉയർത്തിക്കാട്ടാറുള്ളൂ എന്നുള്ള യാഥാർത്ഥ്യം നമുക്ക് സമകാലീന സംഭവവികാസങ്ങൾ പരിശോധിച്ചു നോക്കിയാൽ മനസ്സിലാകും. ഒരു കാലത്ത് അല്പം മാത്രം ചർച്ച ചെയ്യപ്പെടുകയും പിന്നീട് ചർച്ച ചെയ്യപ്പെടാതിരിക്കുകയും പിന്നീട് ഇപ്പോൾ വീണ്ടും വളരെ ഗൗരവമായി മാധ്യമങ്ങൾ കൊണ്ടാടുകയും ചെയ്യുന്ന സംഭവമാണ് ലാവ്ലിൻ കേസ്. പലപ്പോഴും സത്യങ്ങളേക്കാൾ അസത്യങ്ങളും അർദ്ധസത്യങ്ങൾ മാത്രം നമ്മുടെ മുന്നിലേക്ക് നിറപ്പകിട്ടോട് കൂടി വലിച്ചെറിയാറുള്ള മാധ്യമങ്ങൾ ലാവ്ലിനും ഏതാണ്ട് അവരുടെ പതിവ് ശൈലിയിൽ തന്നെയാണ് നമ്മുടെ നാട്ടിലെ സാധാരണ ജനതയ്ക്ക് മുന്നിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ ഇതിനൊക്കെ മുമ്പിൽ പ്രത്യേകം ചില അജണ്ടകളുണ്ട് എന്നുള്ളത് നമുക്ക് ഈ കേസിൻ്റെ വസ്തുത പരിശോധിച്ച് നോക്കിയാൽ കാണാൻ സാധിക്കുന്നതാണ്. ഒന്നാമതായി എന്താണ് ലാവ്ലിൻ കേസ് എന്നത് ഇപ്പോഴും നമ്മുടെ നാട്ടിലെ സാധാരണ ജനങ്ങൾക്കറിയില്ല എന്നതാണ് സത്യം.
മാത്രമല്ല ഈ കേസിൽ CBI രാഷ്ട്രീയപരമായി സ്വാധീനിച്ചിട്ടുണ്ടോ എന്ന് ആദ്യമായി സംശയം പ്രകടിപ്പിച്ചത്, അല്ലെങ്കിൽ പറഞ്ഞത് ഇതിന് ആരോപണ വിധേയരായ വ്യക്തിയോ അല്ലെങ്കിൽ സംഘടനകളോ ഒന്നും തന്നെയല്ല, മറിച്ച് നമ്മുടെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി തന്നെയാണ് അങ്ങനെ ഒരു പരാമർശം നടത്തിയത്. കാരണം ലാവലിൻ്റെ നാൾവഴികൾ പരിശോധിച്ചു നോക്കിയാൽ നമുക്ക് കാണാം യാഥാർത്ഥ്യം എന്താണെന്ന്. പള്ളിവാസൽ, ചെങ്കുളം, പന്നിയാർ തുടങ്ങിയ വൈദ്യുത നിലയങ്ങൾ നവീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കാനഡയിലെ SNC ലാവലിൻ എന്ന കമ്പനിയുമായി ഒരു കരാർ ഉണ്ടാക്കി എന്നതാണ് ഇതിന് തുടക്കം കുറിച്ചത്. ഈ കരാറിൽ ഏർപ്പെട്ട് ആദ്യമായി ഇതിന് ധാരണാപത്രം ഒപ്പുവെക്കുന്നത് 1995 ഓഗസ്റ്റ് 10 അന്ന് കേരളം ഭരിച്ചിരുന്ന ഐക്യജനാധിപത്യ മുന്നണി സർക്കാരിലെ ബഹുമാനപ്പെട്ട CV പത്മരാജനാണ് ഈ കമ്പനിയുമായിട്ടുള്ള ധാരണാപത്രം ഒപ്പുവെക്കുന്നത്. അതിനുശേഷം വന്നിട്ടുള്ള നമ്മുടെ ബഹുമാനപ്പെട്ട G. കാർത്തികേയൻ ആണ് ലാവലിനെ കൺസൾട്ടൻസി കരാറിനായി ഏൽപ്പിച്ചിട്ടുള്ള ധാരണാപത്രം ഒപ്പുവെക്കുന്നത്. അതിനുശേഷം വന്ന നയനാർ ഗവൺമെൻറ്റിലെ വൈദ്യുതി മന്ത്രിയായിരുന്ന പിണറായി വിജയനാണ് ചില മാറ്റങ്ങളോടുകൂടി ഈ കരാറിൽ ഒപ്പിടുന്നത്. ഇങ്ങനെ ഈ ഒപ്പിട്ടുള്ള കരാറിൽ അന്താരാഷ്ട്ര കരാറുകൾ ഒപ്പിടുമ്പോൾ പാലിക്കേണ്ട ചില നിബന്ധനകൾ പാലിച്ചിട്ടില്ല എന്നുള്ളത് മാത്രമാണ് CAGയുടെ കണ്ടെത്തൽ. മറിച്ച് വ്യക്തിപരമായി ആരെങ്കിലും എവിടെയെങ്കിലും ഒരു അഴിമതി നടത്തിയിട്ടുണ്ട് എന്നുള്ള ഒരു സംശയം പോലും ഇതുവരെ നടത്തിയ ഒരു അന്വേഷണ ഏജൻസിയും പരാമർശിച്ചിട്ടില്ല. ഇങ്ങനെ 3 മന്ത്രിമാരിലൂടെ പല ഘട്ടങ്ങളായി വന്നിട്ടുള്ള ഒരു കേസിൽ ഒടുവിൽ കേസ് നടന്നിട്ടും ഒടുവിൽ പ്രതിപ്പട്ടികയിൽ CBIയുടെ പ്രതിപ്പട്ടികയിൽ സ്ഥാനം പിടിച്ചിട്ടുള്ളത് സഖാവ് പിണറായി വിജയനും ഏതാനും ഉദ്യോഗസ്ഥർ മാത്രമാണ്. അതന്നെ ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് വൈദ്യുതി വകുപ്പിൻ്റെ തലപ്പത്തും മറ്റും ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരും മന്ത്രിയും മാത്രമാണ്. അതിൽ നിന്ന് തന്നെ വ്യക്തമാവുന്നതാണ് CBI തികച്ചും രാഷ്ട്രീയ പ്രേരിതമായിട്ടല്ലേ ഇതിൽ കേസിൽ കക്ഷികളെ ചേർത്തിട്ടുള്ളത് എന്ന്. പിന്നെ CBIയുടെ പല മുൻകാല ചരിത്രം പരിശോധിച്ചു നോക്കിയാലും കാണാം, കാലങ്ങളായി അവർ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കേവലം ചട്ടകമായിട്ടാണ് പല കേസുകളും പരിഗണിച്ചത്. ഉത്തർപ്രദേശ് മുലായം സിംഗ് യാദവ് UPA ഗവൺമെൻറ്റിന് പിന്തുണ കൊടുക്കാതിരുന്നപ്പോൾ അദ്ദേഹത്തിനെതിരെയുള്ള കേസ് വളരെ ഗൗരവമായി കുത്തിപ്പൊക്കുകയും പിന്നീട് അദ്ദേഹം ഗവൺമെൻറ്റിന് പിന്തുണ നൽകിയ ശേഷം അദ്ദേഹം CBIയുടെ പ്രതിപ്പട്ടികയിൽ നിന്ന് അപ്രത്യക്ഷമായി. അതുപോലെ ലാലു പ്രസാദ് യാദവ് കാലിത്തീറ്റ കുംഭകോണക്കേസിൽ പ്രതിയാണ്. അദ്ദേഹവും ഗവൺമെൻറ്റിന് പിന്തുണ കൊടുക്കുന്നതിന് മുമ്പ് വരെ പ്രതിയാവുകയും പിന്നീട് UPA ഗവൺമെൻറ്റിൻ്റെ ഭാഗമായി അദ്ദേഹം വർത്തിക്കാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹം CBIയുടെ പരാമർശങ്ങളിൽ നിന്ന് മാഞ്ഞു പോവുകയും ചെയ്യുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഒടുവിൽ ബോഫേഴ്സ് കേസ് സാമാന്യമായി ചിന്തിക്കുന്ന ആർക്കും തന്നെ മനസ്സിലാവുന്ന, വളരെ കാലമായിട്ട് അറിയാവുന്നതാണ് ബോഫേഴ്സ് കേസിൽ കൊത്രോച്ചിയുടെ പങ്കെന്താണെന്ന്, കൊത്രോച്ചി ആരാണെന്ന്. കൊത്രോച്ചി എന്ന് പറയുന്നത് സോണിയ ഗാന്ധിയുടെ വളരെ അടുത്ത കുടുംബ സുഹൃത്ത് ആണ്. ഒടുവിൽ ഈ
CBIയുടെ പ്രതിപ്പട്ടികയിൽ നിന്ന് കൊത്രോച്ചിയും മാഞ്ഞു പോകുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ലാവലിൻ്റെ കേസിൻ്റെ കാര്യത്തിലും ഏത് രീതിയിലാണ് CBI പ്രവർത്തിച്ചിട്ടുള്ളത് എന്നത് സാമാന്യമായി ചിന്തിക്കുന്ന ആർക്കും തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ ഉള്ള ഒരു കേസിനെ ആ രീതിയിൽ തന്നെ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായി തന്നെ നേരിടും എന്ന് പറയുന്നതിൽ ഏതെങ്കിലും രീതിയിലുള്ള തെറ്റ് ഉണ്ടോ എന്നുള്ളത് നമുക്ക് സ്വയം ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലാവുന്ന കാര്യമാണ്. മാത്രമല്ല, ഭരണഘടനാ സംവിധാനങ്ങളെ ഏറ്റവും കൂടുതൽ ദുരുപയോഗം ചെയ്തിട്ട് ഉള്ളതും ഇന്ത്യയിൽ ആരാണെന്ന് നമുക്ക് ഇന്ത്യയുടെ മുൻകാല ചരിത്രം പരിശോധിച്ചു നോക്കിയാൽ മനസ്സിലാകും. 75-ലെ അടിയന്തരാവസ്ഥയും അതിനെ തുടർന്നുണ്ടായ കറുത്ത കേരളത്തിലെ ചില ഏടുകളും തന്നെ, കേരളത്തിലല്ല ഇന്ത്യയിലെ ഒട്ടൊക്കെ തന്നെ ഉണ്ടായ ഏടുകളും തന്നെ ആരും തന്നെ മറന്നിട്ടുണ്ടാകാൻ സാധ്യതയില്ല. ആദ്യമായി ലോകത്തിൽ കേരളത്തിലൊരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് അധികാരത്തിലേറിയപ്പോൾ തന്നെ വിളറിപ്പൂണ്ട ചില കോൺഗ്രസ്സുകാർ വിദേശ സഹായത്തോടുകൂടി കേരള ഗവൺമെൻറ്റിനെ രാഷ്ട്രപതിയിൽ സമ്മർദ്ദം ചെലുത്തി പിരിച്ച് ഇടപെടുകയാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ള കാര്യവും ആരും തന്നെ വിസ്മരിക്കാൻ ഇടയില്ല. അതുകൊണ്ട് തന്നെ ഇത് കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ സമുന്നതനായ നേതാവ് സഖാവ് പിണറായി വിജയനെ രാഷ്ട്രീയമായി തകർക്കുവാനുള്ള ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഇത് ഉയർത്തിപ്പിടിച്ചിട്ട് ഉള്ളത് എങ്കിലും ഒട്ടനവധി സമര പോരാട്ടങ്ങളിലൂടെ വളരെ കാലം വളരെയധികം പ്രതിസന്ധിയിലൂടെ കടന്നിട്ട് വളരെ സുപ്രധാനമായ മാറ്റങ്ങൾക്ക് നമ്മുടെ സംസ്ഥാനಕ್ಕೆ തുടക്കം കുറിച്ചിട്ടുള്ള ഒരു സംഘടന എന്ന നിലയിൽ ഇത്തരം കേസുകളെ കൊണ്ട് ആ രീതിയിലുള്ള ഒരു പാർട്ടിയെ തകർക്കാൻ കഴിയും എന്ന് വിചാരിക്കുന്നത് തന്നെ അങ്ങേയറ്റം ബാലിശമാണ് എന്ന് പറയുന്നതിൽ തെറ്റുണ്ടാകാൻ സാധ്യതയില്ല.